ഇന്ന് നമ്മൾ പൈത്തണിലെ ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേന് നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നത്. ലൂപ്സ് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിലെല്ലാം നമ്മളൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ആ ലൂപ്പിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ബ്ലോക്ക് ഓഫ് കോഡ് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോഴായിരിക്കും ആ ലൂപ്പിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതും അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നത്. അപ്പൊ മെയിൻലി നമ്മൾ പൈത്തണിൽ രണ്ട് ടൈപ്പ് ഓഫ് ലൂപ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് വൈൽ ലൂപ്പും രണ്ടാമത്തേത് ഫോർ ലൂപ്പും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വൈൽ എന്ന കീവേഡ് യൂസ് ചെയ്യുക, ദെൻ ഒരു എക്സ്പ്രഷൻ കൊടുക്കുക, അതായത് ഒരു കണ്ടീഷൻ, ദെൻ സെമിക്കോളൻ ഇട്ടിട്ട് എന്റർ അടിക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് ബാക്കി കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതൊരു സിന്റാക്സ്, ജസ്റ്റ് സിന്റാക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞതാണ്. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് 3 തവണ പ്രിന്റ് ചെയ്യണം. സാധാരണ നമ്മൾ എങ്ങനെയാ ചെയ്യുക, പ്രിന്റ് ഹലോ വേൾഡ് എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ 3 പ്രാവശ്യമായിട്ട് കൊടുത്താണ് ചെയ്യുന്നത്. 3-ന് പകരം 10 ആയാലോ, 10 ആകുമ്പോഴത്തേനും നമുക്ക് 10 തവണ പ്രിന്റ് ഹലോ വേൾഡ് വീണ്ടും വീണ്ടും കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്സ് ഉള്ളത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ 3 തവണ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ ലൂപ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ലൂപ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എത്ര തവണയാണ് പ്രിന്റ് ചെയ്യിക്കുക? 3 തവണയാണ്. അപ്പോൾ 1 to 3 ആണ്, അതായത് 1 to 3 ടൈംസ് ആണ് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ലൂപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. വേരിയബിളിന്റെ വാല്യൂ ഞാനിപ്പോൾ 1 ആക്കി വെച്ചു. ദെൻ നമുക്ക് ലൂപ്പിന്റെ ബോഡി എഴുതാം, വൈൽ i less than 4, അതായത് 3 ആയിരിക്കുന്നിടം വരെ. 4 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. 4 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യില്ല. 3 ടൈംസ് മാത്രമേ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് i less than 4 ആയിരിക്കുന്നത്. അതായത് i 1 ആയിരിക്കുന്ന സമയത്ത്, i 2 ആയിരിക്കുന്ന സമയത്ത്, i 3 ആയിരിക്കുന്ന സമയത്ത് മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ദെൻ നമുക്ക് ഹലോ വേൾഡ് 3 തവണ പ്രിന്റ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഹലോ വേൾഡ് അവിടെ കൊടുക്കുക. ദെൻ ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഐന്റെ വാല്യൂ നെക്സ്റ്റ് ലൂപ്പിൽ കയറാൻ നേരത്ത് ഇത് മസ്റ്റ് ആയിട്ട് നമുക്കൊരു ഇൻക്രിമെന്റ് ഒരു ലൂപ്പിന്റെ അകത്ത് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകും. അതായത് ഈ കണ്ടീഷൻ തെറ്റുകയില്ല. അതായത് ഐന്റെ വാല്യൂ അടുത്തതാവാണ്ട് നമുക്ക് അടുത്തതാണ് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാണ്ട് നെക്സ്റ്റ് ടൈം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ആണ് ചെയ്യാറ്. നമുക്ക് അതിന്റെ വാല്യൂ 4 കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ അങ്ങനെ ചെയ്യാം. ഡിക്രിമെന്റ് ഓപ്പറേറ്റർ കൊടുത്തിട്ടും ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ദെൻ നമുക്ക് ലൂപ്പിന്റെ പുറത്തൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കാം, കംപ്ലീറ്റ്. ഇപ്പൊ നമുക്ക് 3 തവണ ഇവിടെ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് എത്ര തവണയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് ഇവിടെ കൊടുത്താൽ മതി. ഇപ്പൊ എനിക്ക് 10 തവണ വേണമെങ്കിൽ i less than or equal to 10 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 10 ടൈംസ് ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതിന്റെ വാല്യൂ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമായിട്ട് 1 to 10 ഉള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സെയിം എക്സാമ്പിൾ പോലെ തന്നെ ഐന്റെ വാല്യൂ ഞാനൊന്ന് 1 ആക്കി വെച്ചു. i less than 11. പ്രിന്റ് ഐന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. 1 to 10 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഐന്റെ വാല്യൂ ഇതിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുക. ദെൻ ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. i plus equal to 1 ആക്കി കൊടുക്കുക. ലൂപ്പിന്റെ പുറത്ത് വന്നിട്ട് പ്രിന്റ് ജസ്റ്റ് കംപ്ലീറ്റ് കാണിക്കാം. ഹിയർ 1 to 10 ഉള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ദെൻ അത് കംപ്ലീറ്റഡ് ആകുമ്പോൾ ലൂപ്പിന്റെ പുറത്തേക്ക് വന്നിട്ട് തുടങ്ങും. ഇനി നമുക്ക് 10 to 1 എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കാം. അതായത് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ 10 to 1 പ്രിന്റ് ചെയ്യിക്കാൻ നോക്കാം. അപ്പൊ i equal to 10 ആക്കി കൊടുക്കുക. while i less greater than 1 വരെ വേണ്ടതുകൊണ്ട് while i greater than or equal to 1 കൊടുക്കുക, അല്ലെങ്കിൽ while i greater than 0 കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നേരത്തെ കൊടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ആയി അതിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. പ്ലസ് അല്ല മൈനസ് ഈക്വൽ ടു 1 ആക്കി കൊടുക്കുക. ദെൻ നമുക്കൊന്ന് പ്രിന്റ് കംപ്ലീറ്റ് എടുക്കാം. ഇവിടെ 10 to 10 9 8 7 6 5 4 3 2 1 അങ്ങനെ 10 to ഉള്ള നമ്പേഴ്സ് നമുക്ക് തിരിച്ച് പ്രിന്റ് ചെയ്ത് കിട്ടി. അതിന് വേണ്ടിയിട്ടാണ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. ഈ ഐന്റെ വാല്യൂ വെച്ച് നമ്മൾ ഓപ്പറേഷൻസ് ഒന്നും ചെയ്ത് നോക്കില്ല. നമുക്ക് 1 to 10 വരെയുള്ള നമ്പേഴ്സിന്റെ സം ക്യുമുലേറ്റീവ് സം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രോഗ്രാം എഴുതാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഐന്റെ വാല്യൂ 10 ആക്കി കൊടുത്തു. ദെൻ വൈലിന്റെ ഉള്ളിൽ കണ്ടീഷൻ ഐ 10 വേണ്ട, നമുക്ക് 1 കൊടുക്കാം. 1 ഐ ലെസ് ദാൻ 11. സം എന്ന് പറയുന്ന ഒരു സംഭവം വേണം. സമ്മിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് പോകാൻ പോകുന്നത്. സമ്മിന്റെ ഉള്ളിലേക്ക് ഐ ആഡ് ചെയ്ത് പോകും ഒരു തവണ. അപ്പൊ ആദ്യം സമ്മിന്റെ വാല്യൂ 0 ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം സമ്മിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു, 0 ആക്കി ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. ദെൻ സം ഈക്വൽ ടു സം പ്ലസ് അല്ലെങ്കിൽ സം പ്ലസ് ഈക്വൽ ടു ഐ, വിച്ച് മീൻസ് ആദ്യത്തെ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം സമ്മിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു സം ക്രിയേറ്റ് ചെയ്ത് 0 + 1 ആകും, സമ്മിന്റെ വാല്യൂ 1 ആകും. ദെൻ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും അതിന്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യും. അതിന്റെ വാല്യൂ 2 ആവും. അതിന്റെ വാല്യൂ 2 ആകുമ്പോഴത്തേനും എന്താ ചെയ്യാം, നമുക്ക് അതിന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് നമുക്ക് അടുത്ത ലൂപ്പിൽ കയറും, അതിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. എന്നിട്ട് സമ്മിന്റെ വാല്യൂ അപ്പോൾ 1 ആണ്, അതിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 1 + 2 ചെയ്യും, 3 ചെയ്യും. അങ്ങനെ സോം ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് 1 to 10 ഉള്ള നമ്പേഴ്സിന്റെ സം നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ലൂപ്പിന്റെ പുറത്തിറങ്ങിയിട്ട് ആ സം പ്രിന്റ് ചെയ്യിക്കുക. 55 എന്ന് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് 1 to 10 ഉള്ള നമ്പേഴ്സിൽ ഓഡ് നമ്പേഴ്സിന്റെ മാത്രം സം മതി. അതിന് വേണ്ടിയിട്ട് അപ്പൊ ഓഡ് നമ്പേഴ്സ് മാത്രം ആകുമ്പോഴത്തേനും നമുക്ക് 1 to 10 വരെയുള്ള ഓഡ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓഡ് നമ്പർ ആണോ എന്ന് വൈലിന്റെ ഉള്ളിൽ ഐന്റെ വാല്യൂ ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സം കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഈ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിൽ ഐ പ്ലസ് ഈക്വൽ ടു 1 ചെയ്താലാണ് നെക്സ്റ്റ് നമ്പർ കിട്ടുക. പ്ലസ് ഈക്വൽ ടു 2 ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പൊ ജസ്റ്റ് അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഐ ഈക്വൽ ടു 1, സെയിം കോഡ് കോപ്പി ചെയ്യാം, ചെറിയ വ്യത്യാസമില്ല. ഇവിടെ ഐ പ്ലസ് ഈക്വൽ ടു 2 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ മാത്രം സം കിട്ടും. അതാണ് 25. ഓഡ് നമ്പേഴ്സിന്റെ മാത്രമായിട്ടുള്ള സമ്മാണ് 25 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്യുമുലേറ്റീവ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ സെയിം കോഡ് തന്നെ 1 to 10ന്റെ ക്യുമുലേറ്റീവ് പ്രൊഡക്റ്റ് ഇവിടെ സ്റ്റാർ മാറ്റി പ്ലസ് മാറ്റിയിട്ട് സ്റ്റാർ ആക്കുക, പ്രൊഡക്റ്റ് ആക്കുക. സം വേണ്ട നമുക്ക്, ക്യുമുലേറ്റീവ് പ്രൊഡക്റ്റ് അല്ല വേണ്ട. സോ നമ്മളിവിടെ പ്രൊഡക്റ്റ് ആക്കി കൊടുക്കുക, ഇവിടെയും പ്രൊഡക്റ്റ് ആക്കി കൊടുക്കുക. ആ വേരിയബിൾ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇവിടെയും കൂടി വേരിയബിൾ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് product equal to 0, product star equal to I plus equal to 1. പ്രൊഡക്റ്റിന്റെ വാല്യൂ ആദ്യം അസൈൻ ചെയ്ത് പ്രൊഡക്റ്റ് വാല്യൂ തന്നെ സ്റ്റാർ ഈക്വൽ ടു ഐ ശരിയായില്ല ചെയ്തില്ലേ. ഐ ലെസ് ദാൻ ഗ്രേറ്റർ ആണ്, ഐ ലെസ് ദാൻ 11 അല്ലേ കൊടുത്തിരിക്കുന്നത്. 11ലാണ് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം എന്താണ് എറർ എന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട വാല്യൂ അതായിരുന്നു പ്രശ്നം. അത് ഞാൻ പറഞ്ഞുതരാം.
പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട വാല്യൂ 0 അല്ല. സമ്മിന്റെ കൊടുത്ത് വന്നിട്ട് ഇവിടെ 0 എടുക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിട്ട് ഏത് നമ്പർ ഇൻക്രീസ് ചെയ്താലും നമുക്ക് 0 ആയിട്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ 1 കൊടുക്കുക, 0 മാറ്റി 1 ആക്കി കൊടുക്കുക. സോ 1 to 10 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ദെൻ നമുക്ക് അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ മാതിരി ഈവൻ നമ്പേഴ്സിന്റെ മാത്രം പ്രൊഡക്റ്റ് ആണ്. ഈവൻ നമ്പേഴ്സിന്റെ മാത്രം പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതുപോലെ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഇൻറ്റീജർ ഓപ്പറേഷൻസ് കാണിച്ചു എന്നേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഈക്വൽ ടു 1 while I less than 10 numbers വരെയുള്ള എലമെന്റ് കൊടുക്കും. ഇവിടെ പ്രൊഡക്റ്റ് സ്റ്റാർ ഈക്വൽ ടു ഇതിന്റെ വാല്യൂ ഐ. ഈവൻ നമ്പേഴ്സിന്റെ മാത്രം മതി. അപ്പൊ നമുക്ക് ഇവിടെ ഐന്റെ വാല്യൂ 2 ആക്കി കൊടുക്കാം. അതിന്റെ ആദ്യത്തെ ഈവൻ നമ്പർ 2 ആയതുകൊണ്ട് 2 ആക്കി കൊടുക്കാം. ഐ പ്ലസ് ഈക്വൽ ടു 2 കൊടുക്കാം. അപ്പൊ നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് മാത്രം നമുക്ക് കിട്ടും. ഇവിടെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിക്കാം. അതിന്റെ കൂടുതൽ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു PDF എന്റെ ലിങ്ക് കൊടുക്കാം, എക്സസൈസിന്റെ ലിങ്ക് കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ എക്സസൈസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ഓക്കെ, കമന്റ് ആയിട്ട് നിങ്ങൾ അത് ഇടുക നോക്കുക. ഡൗട്ട് ക്ലിയർ ആയിട്ട് കമന്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ